നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ഇപ്പോൾ നമ്മളുടെ റിസർച്ച് ഡിസൈൻ എന്താ എന്ന് പറഞ്ഞു. എന്തായിരുന്നു? ഇറ്റ് ഈസ് എ പ്ലാൻ ഓർ ബ്ലൂ പ്രിൻറ്റ് ഓർ ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് ഫോർ കണ്ടക്ടിങ് എ റിസർച്ച്. സോ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈന് പലതരത്തിലുണ്ട്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഉണ്ട്, കാഷ്വൽ റിസർച്ച് ഡിസൈൻ ഉണ്ട്, or experimental research design. The first one is that exploratory research design. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട്സ്, തിങ്സ്, ഫോംസ് ഓർ ഐഡിയാസ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് ദ പർപ്പസ് ഓഫ് ഗെയിനിങ് എ ബെറ്റർ ഇൻസൈറ്റ് ഇൻ ടു ദി എ പ്രോബ്ലം. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ ഫൈൻഡിങ് ജനറൽ ഫൈൻഡിങ്സ്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂ ഫാക്ട്സ് കണ്ടെത്തുക, അല്ലെങ്കിൽ പുതിയ ഒരു ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക. അതിനെ പറയുന്നതാണ് എന്ത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഹൈലി വേഴ്സറ്റൈൽ. ഇതെന്താണ്? ഫ്ലെക്സിബിളാണ്, വേഴ്സറ്റൈലാണ്. ദെൻ സ്ട്രക്ചേർഡ് ഫോംസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ. ഇപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഒരിക്കലും ഒരു സ്ട്രക്ചറൽ ഫോം യൂസ് ചെയ്യില്ല, ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യത്തില്ല. ദെൻ എക്സ്പെരിമെൻറ്റേഷൻ ഈസ് നോട്ട് റിക്വയർമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് ഇതിന് എന്തല്ല, നിർബന്ധമല്ല. ദെൻ ഇറ്റ് ഈസ് ഇൻ്ററാക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ആൾസോ ഇറ്റ് ഓപ്പൺ എൻഡഡ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻ്ററാക്റ്റീവ് നേച്ചറാണ്. ഇറ്റ് ഈസ് എൻ ഇൻ്ററാക്റ്റീവ് നേച്ചർ ആൻഡ് ഇറ്റ് ആൾസോ ഓപ്പൺ എൻഡഡ് ആണ്. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. ദെൻ ദ കോസ്റ്റ് ഇൻക്ലൂഡ് ടു കണ്ടക്ട് ദ സ്റ്റഡി ഈസ് ലോ. ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ദെൻ ഇറ്റ് ഈസ് ഇൻ്ററാക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഓപ്പൺ എൻഡഡ്. അത് നമ്മൾ പറഞ്ഞു. ദെൻ ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് എ തിയറിറ്റിക്കൽ ബേസ് ടു ഹൈപ്പോത്തിസിസ്. ഇത് എന്താണ്? ഹൈപ്പോത്തിസിസിന് ഒരു തിയറിറ്റിക്കൽ ബേസിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട്സ്, തിങ്സ്, ഫോംസ് ഓർ ഐഡിയാസ്. There are different research methods. എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ്സ് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എക്സ്പീരിയൻസ് മെത്തേഡ്. എക്സ്പീരിയൻസ് സർവേ മെത്തേഡ് ഈസ് ദി എക്സ്പീരിയൻസ് സർവേ മെത്തേഡ് പലതരത്തിലുണ്ട്. റിസർച്ച് ഡിസൈനിലെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് മെത്തേഡ് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എക്സ്പീരിയൻസ് സർവേ മെത്തേഡ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, ദെൻ കേസ് സ്റ്റഡി, ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് ദാറ്റ് ഫോക്കസ് ഗ്രൂപ്പ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് എക്സ്പീരിയൻസ് സർവേ മെത്തേഡ്. എക്സ്പീരിയൻസ് സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർവേ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് പേഴ്സൺ ഇൻ ദ പെർട്ടിക്കുലർ ഫീൽഡ് ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. ഇത് എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദി ബേസിസ് ഓഫ് ദി എക്സ്പീരിയൻസസ് ഓഫ് ദി പേഴ്സൺസിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. ദ എയിം ഈസ് ടു ഒബ്റ്റൈൻ ഇൻസൈറ്റ് ഇൻ ടു ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. ഇതിൻ്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ദ ഇൻവെസ്റ്റർ ഹാസ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്. ഈ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ റിസർച്ചർക്ക് ദേ ക്യാൻ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേയിലൂടെ കണ്ടെത്തുന്നത്. ദെൻ അനദർ മെത്തേഡ് ഈസ് ദാറ്റ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ദെൻ ദി സെക്കൻഡ് വൺ ഈസ് ദാറ്റ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ലിറ്ററേച്ചർ ഓർ പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് അവൈലബിൾ ആസ് എ റിസൾട്ട് ഓഫ് സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ അതർ ഫോർ ദെയർ ഓൺ പർപ്പസ്.
പിന്നെ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റിസൾട്ടുകൾ നമ്മുടെ സ്റ്റഡിയിലേക്ക് നമ്മൾ എടുക്കുമ്പം അതെന്തായി സെക്കൻഡറി ഡാറ്റയായി. സോ ദീസ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഓൾറെഡി എക്സിസ്റ്റ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഈ സെക്കൻഡറി ഡാറ്റ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയും എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റയും. അപ്പോൾ സെക്കൻഡറി ഡാറ്റ എന്നുള്ളതുകൊണ്ട് ഈ മീൻ ചെയ്യുന്നത് ലിറ്ററേച്ചർ, പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് അവൈലബിൾ ഡാറ്റാസ് കണ്ടക്റ്റഡ് ബൈ ദി അനദർ പേഴ്സൺസ്. വേറൊരു വ്യക്തികൾ അവരുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ നമ്മുടെ സ്റ്റഡിയിലേക്ക് നമ്മളത് കൊണ്ടുവരുമ്പം അതെന്തായി മാറി? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറി. ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദാറ്റ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ. ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ റെക്കോർഡ് ഫോർ വിച്ച് റിസർച്ച് ഈസ് ഓൾറെഡി കണ്ടക്റ്റഡ്. ഇത് ഒരു ഓർഗനൈസേഷൻ്റെ റെക്കോർഡാണ്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിസർച്ച് ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ റെക്കോർഡ്. അതൊരു ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ ആണ്. ദർ ആർ ഫൗണ്ട് വിത്തിൻ ദ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ബീങ് സ്റ്റഡീഡ്. അത് ഓൾറെഡി പഠിച്ചതാണ്. ഒരു ഓർഗനൈസേഷനിൽ അകത്തുള്ള ഒരു റെക്കോർഡ്സിനെയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് സെയിൽസ് ഇൻ യൂണിറ്റ്സ്, മന്ത്ലി കളക്ഷൻ റിപ്പോർട്ട്, ഇതൊക്കെ ഇത് ഇൻറ്റേർണൽ സെക്കൻഡറി ഡാറ്റയാണ്. Then another one is that external secondary data. External secondary data എന്ന് പറഞ്ഞാൽ these are the data collected by the researcher from outside the organization. ഈ ഡാറ്റ റിസർച്ചർ കളക്ട് ചെയ്യുന്നത് ഫ്രം ദി ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പുറത്ത് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദ സോഴ്സസ് ഓഫ് ഡാറ്റ ക്യാൻ ബി ബിബ്ലിയോഗ്രഫീസ് അവൈലബിൾ ഓൺ ടോപ്പിക്, ജേർണൽസ്, മാഗസിൻ, റിപ്പോർട്ട്, ബുക്സ് എക്സെട്ര. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ സെക്കൻഡറി ഡാറ്റ ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ്? വേരിയസ് ബിബ്ലിയോഗ്രഫീസ്, നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിബ്ലിയോഗ്രഫീസ് ചെക്ക് ചെയ്തിട്ട്, ജേർണൽസ് നോക്കിയിട്ട്, മാഗസിൻസ് നോക്കിയിട്ട്, റിപ്പോർട്ട്സ് നോക്കിയിട്ട്, ബുക്സ് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഈ നമ്മുടെ സെക്കൻഡറി ഡാറ്റയുടെ, അതായത് സെക്കൻഡറി ഡാറ്റ അനാലിസിസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. ദ ഫസ്റ്റ് മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഇൻസൈറ്റ് ഇൻ ടു ദ പ്രോബ്ലം ഏരിയ. ഇതെന്ത് ചെയ്യാണ്? ഒരു പ്രോബ്ലം ഏരിയയെ ഇൻസൈറ്റ് ഡെപ്തിൽ പഠിക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്പ് ദ റിസർച്ചർ ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തിസിസ് വിച്ച് നെസസറി ഫോർ ദ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ സഹായിക്കും. ദെൻ ഇറ്റ് എക്കണോമൈസ് ദ റിസർച്ചർ എഫേർട്ട്. റിസർച്ചറുടെ എഫേർട്ട് മിനിമൈസ് ചെയ്യും. ദ റിസർച്ചർ മേ ബി ഏബിൾ ടു ഫൈൻഡ് എ സ്റ്റഡി ദാറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ ടു ദാറ്റ് വൺ ഹി ഈസ് തിങ്കിങ് ഓഫ് ടേക്കൺ സിമിലർ. റിസർച്ചർക്ക് അയാളുടെ സ്റ്റഡി അയാൾ തിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയും. ദെൻ ഇറ്റ് ഹെൽപ്പ് ദ റിസർച്ചർ ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. റിസർച്ചർക്ക് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ സഹായകമാകും. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് മെ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ എക്സാക്ട്ലി സ്യൂട്ടബിൾ ഫോർ ദ പ്രപ്പോസ്ഡ് സ്റ്റഡി. ചില സമയത്ത് ഇതെന്തല്ല, സ്യൂട്ടബിൾ അല്ല പ്രപ്പോസ്ഡ് സ്റ്റഡിക്ക്. ദെൻ ഇറ്റ് മെ നോട്ട് ബി പ്രൊവൈഡഡ് ദ ലേറ്റസ്റ്റ് ഫോർമേഷൻ വിച്ച് മേ ബി നെസസറി ദ പ്രപ്പോസ്ഡ് സ്റ്റഡി. സെക്കൻഡറി ഡാറ്റ ഒരിക്കലും ചിലപ്പോൾ തരുന്നില്ല, ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യത്തില്ല. ദെൻ ദ അവൈലബിൾ ഡാറ്റ മെ നോട്ട് ബി ആക്യുറേറ്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എന്തായിക്കൊള്ളണമെന്നില്ല, ആക്യുറേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ദെൻ ഓതൻറ്റിസിറ്റി ഓഫ് ഡാറ്റ ബിക്കം ഡൗട്ട്ഫുൾ ഇഫ് ദ സോഴ്സ് ഈസ് നോട്ട് റിവീൽഡ്. സോഴ്സ് റിവീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി ഡൗട്ട്ഫുൾ ആണ്. ദെൻ അനദർ മെത്തേഡ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു യൂണിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ തറോ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റഡി ഓഫ് ആസ്പെക്ട് റിലേറ്റിംഗ് ടു എ സിറ്റുവേഷൻ, ആൻ ഇവൻറ്റ്, ആൻ ഓർഗനൈസേഷൻ, എ സിസ്റ്റം, എ കൾച്ചറൽ എൻറ്റിറ്റി. ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട്, ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട്, ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡെപ്തിൽ പഠിക്കുന്ന ഒരു ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ യൂണിറ്റാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ.
വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻറ്റ് ഇപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെപ്ത് സ്റ്റഡിയാണ് ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഒരു ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ആ ബാങ്കിനെ കുറിച്ചിട്ട് ഡെപ്തിൽ അതിൻ്റെ 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ഡെപ്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, കേസ് സ്റ്റഡിയാണ്. ഓക്കെ. Then characteristics. The first characteristics is that study of a social unit is in its entirely. ഒരു സോഷ്യൽ യൂണിറ്റ് എടുക്കുകയും അത് മൊത്തമായിട്ട് പഠിക്കുകയും ചെയ്യുകയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ കോണ്ടാക്ട് വിത്ത് എ സ്പെസിഫിക് ഫീൽഡ്, ഒരു പ്രത്യേക ഫീൽഡ് മാത്രം എടുക്കുകയും അതിനെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നതാണ്. ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിസൾട്ട്. ഇതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, റെക്കഗ്നൈസ് ചെയ്തതാണ്. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇൻഡെപ്തായിട്ട് ഡെപ്തിൽ പഠിക്കുമ്പം ടൈം ആവശ്യമാണ്. അപ്പോൾ എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ദെൻ സ്റ്റഡി ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് എക്സാമ്പിൾസ്. ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദെൻ മെറിറ്റ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദി കേസ് സ്റ്റഡി. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്പ് ടു കണ്ടക്ട് ആൻ ഇൻറ്റൻസീവ് ആൻഡ് ഡീപ്പ് സ്റ്റഡി ഓഫ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ട് ഡെപ്തിൽ പഠിക്കുന്നതാണ് എന്ത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ബിഫോർ സ്റ്റാർട്ടിങ് ദ ആക്ച്വൽ റിസർച്ച്. കേസ് സ്റ്റഡി ഒക്കെ അണ്ടർടേക്കൺ ചെയ്യാറ് ഒരു ആക്ച്വൽ സ്റ്റഡി നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ്. ദെൻ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് ബിറ്റ്വീൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്കൊക്കെ ഇതെന്താണ്, സ്യൂട്ടബിളാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡിക്കൊക്കെ ഇറ്റ് ഈസ് ബെറ്ററാണ്. ദെൻ ഇറ്റ് ഹെൽപ്പ് ടു എൻലാർജ് ദ റേഞ്ച് ഓഫ് നോളേജ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇത് ഇൻവെസ്റ്റിഗേറ്ററുടെ നോളേജ് എൻലാർജ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി എഫക്റ്റീവ് ഫാക്ടർ റിലേറ്റഡ് ടു എ സോഷ്യൽ യൂണിറ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ യൂണിറ്റ് എഫക്റ്റീവായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകമാകുന്നുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെപ്ത് സ്റ്റഡിയാണ്, ഇൻറ്റൻസീവ് സ്റ്റഡിയാണ്, ഇൻസൈറ്റ് ഓഫ് എ പർട്ടിക്കുലർ യൂണിറ്റാണ്. ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻ്റർവ്യൂ വിത്ത് സെവറൽ പീപ്പിൾ ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ഓർ ഇഷ്യൂ. It is one of the major categories of pilot studies widely used in exploratory research. പൈലറ്റ് സ്റ്റഡിയിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതാണ് എന്ത്, ഈ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ റൺ ദ ഫോക്കസ് ഗ്രൂപ്പ് സെഷൻ ഈസ് കാൾഡ് മോഡറേറ്റർ. ഈ ഫോക്കസ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യുന്ന ആളുടെ പേര് മോഡറേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നു. അപ്പോൾ മോഡറേറ്ററും ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഒരു ഇൻ്റർവ്യൂ നടത്തുക, ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഫോക്കസ് ഗ്രൂപ്പ്. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഇതെന്താണ്, ഒരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ്. 5 മുതൽ 10 വരെയുള്ള ആളുകളുള്ള ഒരു മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, കൂട്ടമായിട്ടിരിക്കുകയും ഒരു മോഡറേറ്റർ അതിനെ എന്ത് ചെയ്യാണ്, നിയന്ത്രിക്കുകയും ചെയ്യാണ്. ദർ വിൽ ബി എ മോഡറേറ്റർ ഹൂ വിൽ ഗൈഡ് ദ സെഷൻ. ആ സെഷന് ആര് കണ്ടക്ട് ചെയ്യും, മോഡറേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ കണ്ടക്ട് ചെയ്യും. ദർ വിൽ ബി സെവറൽ പാർട്ടിസിപ്പൻസ്. ഇതിൽ എന്തുണ്ടായിരിക്കും, കൂടുതൽ പാർട്ടിസിപ്പൻസ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നതിൽ അതിൽ കൂടുതലായിട്ട് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് എംബസിസ് എ സ്പെസിഫിക് തീം. ഒരു സ്പെസിഫിക് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോബ്ലംസോ ആയിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുകയും ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയുമാണ് ഫോക്കസ് ഗ്രൂപ്പിലൂടെ ചെയ്യുന്നത്. ദെൻ ദ ഗ്രൂപ്പ് പാർട്ടിസിപ്പൻസ് ആർ ഇൻ്റർവ്യൂഡ് ഇൻ എ റിലേറ്റീവ്ലി അൺസ്ട്രക്ചേർഡ് വേ. ഈ ഗ്രൂപ്പിലെ പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ ചെയ്യുന്നത് അൺസ്ട്രക്ചേർഡ് മെത്തേഡിലൂടെയാണ്. ഇനി എങ്ങനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ ടേപ്പ് റെക്കോർഡിംഗ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് എന്ത് ചെയ്യും, ടേപ്പ് റെക്കോർഡിങ്
ചെയ്യും. ദെൻ ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ടു ബി കോണ്ടാക്റ്റഡ്, ഓരോ നമ്പർ ഓഫ് ഗ്രൂപ്പിനെയും എന്ത് ചെയ്യും, കോണ്ടാക്റ്റ് ചെയ്യും. ദെൻ സൈസ് ഓഫ് ദ ഗ്രൂപ്പ് എന്ത് ചെയ്യും, സൈസ് അതിനെ ഡിവൈഡ് ചെയ്യും. ദെൻ ലെവൽ ഓഫ് മോഡറേറ്റർ ഇൻവോൾവ്മെൻറ്റ്, മോഡറേറ്റർ ഇതിലെന്ത് ചെയ്യും, ഇൻവോൾവ് ചെയ്യും. ദെൻ സെലക്ടിങ് പാർട്ടിസിപ്പൻസ്, അതിനുശേഷം മോഡറേറ്റർ എന്ത് ചെയ്യും, പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യും. ദെൻ ഫൈനലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ആസ്ക് ചെയ്യും. ഇനി പലതരത്തിലുള്ള ഫോക്കസ് ഗ്രൂപ്പ് ടൈപ്സ് ഉണ്ട്. ഫോക്കസ് ഗ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇൻ്റർവ്യൂ നടത്തുക, മോഡറേറ്റർ ഇൻ്റർവ്യൂ നടത്തുക ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അത് തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ ടു വേ ഫോക്കസ് ഗ്രൂപ്പ്. ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിബേറ്റ് പോലെയാണ്. അതായത് ഒരു ഡിബേറ്റിൽ എന്തുണ്ടാവും, രണ്ട് ടീം ഉണ്ടാവും. ആ രണ്ട് ടീമിലും ഒരു മോഡറേറ്റർ ഉണ്ടാവും. എന്നിട്ട് രണ്ട് ടീമും കൂടെ എന്ത് ചെയ്യും, അവരുടെ ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യും, ഒപ്പീനിയൻസൊക്കെ റിയാക്ട് ചെയ്യുകയും അവർ പറയുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. ഈ മെത്തേഡ് പ്രകാരം വൺ ഗ്രൂപ്പ് വിൽ ലിസൺ ടു അതർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് മറ്റ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യും, അവർ പറയുന്നത് കേൾക്കും. ലേറ്റർ ദ സെക്കൻഡ് ഗ്രൂപ്പ് വിൽ റിയാക്ട് ടു ദ വ്യൂ ഓഫ് ദി ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, സെക്കൻഡ് ഗ്രൂപ്പിനെ റിയാക്ട് ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്ന ഒപ്പീനിയൻസ് ലിസൺ ചെയ്യുകയും അവർ പരസ്പരം റിയാക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു തരം മെത്തേഡാണ് എന്ത്, ടു വേ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ അനദർ വൺ ഈസ് ദ ഡുവൽ മോഡറേറ്റർ ഗ്രൂപ്പ്. ഡുവൽ മോഡറേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് അത് എന്താണെന്ന്. അതായത് ടു മോഡറേറ്റേഴ്സ്, രണ്ട് മോഡറേറ്റേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ഡുവൽ മോഡറേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വൺ മോഡറേറ്റർ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദ ഡിസ്കഷൻ മൂവ് സ്മൂത്ത്ലി. ഒരു മോഡറേറ്റർ എന്ത് ചെയ്യും, ആ ഡിസ്കഷനൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യും. ദ സെക്കൻഡ് മോഡറേറ്റർ ആസ്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നത് സെക്കൻഡ് മോഡറേറ്റർ. അപ്പോൾ ഡുവൽ മോഡറേറ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡറേറ്റർ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുക്കുകയും ഒരു മോഡറേറ്റർ ആ ഡിസ്കഷൻ എന്ത് ചെയ്യും, സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യുകയും മറ്റൊരു മോഡറേറ്റർ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുകയും ചെയ്യും. Then dueling moderator focus group. In this method there are two moderators. They purposely take opposing position on a given topic. This will help the researcher to obtain the view of the both the group. Dueling moderator of focus group എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പാക്കി തിരിക്കും. ഒരു ഫോക്കസ് ഗ്രൂപ്പിനെ രണ്ട് ഗ്രൂപ്പാക്കി, അതായത് രണ്ട് സെഷനാക്കി ഡിവൈഡ് ചെയ്യുകയും ഒരു സെഷൻ ഡീൽ ചെയ്യുന്നത് ഒരു മോഡറേറ്ററും മറ്റേ സെഷൻ ഡീൽ ചെയ്യുന്നത് ഒരു മോഡറേറ്ററും, എന്നിട്ട് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും ഒപ്പീനിയൻസ് കേൾക്കുകയും ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യും. Then the last one is that respondent moderator group. Under this method, the moderator will select one of the participants to act as a temporary moderator. അതായത് പാർട്ടിസിപ്പൻസിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു വ്യക്തിയെ എന്ത് ചെയ്യും, മോഡറേറ്ററായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് റെസ്പോണ്ടൻറ്റ് മോഡറേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് 4 തരത്തിലുണ്ട്. ടു വേ ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട്, ഡുവൽ മോഡറേറ്റർ ഗ്രൂപ്പ് ഉണ്ട്, ഡുവലിംഗ് മോഡറേറ്റ് ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ദ റെസ്പോണ്ടൻറ്റ് മോഡറേറ്റർ ഗ്രൂപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ് ഓഫ് എക്സ്പ്ലോറേറ്ററി, ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് സർവേ, സെക്കൻഡറി ഡാറ്റ അനാലിസിസ്, കേസ് സ്റ്റഡി ആൻഡ് ദി ഫോക്കസ് ഗ്രൂപ്പ്. ഓക്കെ.